കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ 2019 നവംബർ 1 ഞങ്ങൾ ആദ്യമായി ഒരു വ്ളോഗ് ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരം കുറവൻകോണം എന്ന സ്ഥലത്തുള്ള ഫ്രൂട്ട് ബേ എന്ന ഷോപ്പിലേക്ക് പോയിരുന്നു. അന്ന് ഷൂട്ട് ചെയ്ത വീഡിയോസാണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അപ്പോൾ നിങ്ങൾ പോയി അതൊന്ന് കണ്ടിട്ട് വാ. വെൽക്കം ടു ദ ഇന്നവിറ്റബിൾ വേൾഡ്. ആദ്യത്തെ നമ്മുടെ വ്ളോഗ് വന്നേക്കുന്നത് നമ്മുടെ ട്രിവാൻഡ്രത്താണ്. ട്രിവാൻഡ്രത്ത് കുറവൻകോണം എന്ന സ്ഥലത്ത് നമ്മുടെ ഫ്രൂട്ട് ബേയുടെ പുതിയ ഔട്ട്ലെറ്റ് ആണ് നമ്മൾ ഇന്ന് വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനായിട്ട് നമുക്ക് അകത്തേക്ക് പോകാം. ഇവിടെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്രഷസും ഫ്രൂട്ട് ഷോട്ട്സും ഷേക്സും ഒക്കെ അവൈലബിൾ ആണ്. അതുപോലെ നമുക്ക് അവിടെ ഇരുന്ന് കുടിക്കണമെങ്കിൽ കുടിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിൽഡാക്കി അവർ പാക്ക് ചെയ്ത് തരും. അപ്പോൾ ഒരുപാട് ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ജ്യൂസസ് ഉണ്ട് ഇവിടെ. അതിൽ തന്നെ അവരുടെ ഒരു മെയിൻ ഐറ്റമാണ് ഈ ടെൻഡർ കോക്കനട്ട് ബ്ലെൻഡ് വിത്ത് ഫ്രൂട്ട്സ്. അതിൽ തന്നെ അവർ മസ്റ്റ് ട്രൈ ആയിട്ട് പറയുന്ന അവോക്കാഡോ, പൈനാപ്പിൾ, അങ്ങനെ കുറച്ച് വെറൈറ്റി ഐറ്റംസും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ ഒരുപാട് മിൽക്ക് ഷേക്ക് ഐറ്റംസ് ഇവിടെ ലഭ്യമാണ്. അതിൽ തന്നെ അവരുടെ ഒരു വെറൈറ്റിയാണ് ടെൻഡർ കോക്കനട്ട് മിൽക്ക് ഷേക്ക്, അവോക്കാഡോ മിൽക്ക് ഷേക്ക്, സ്ട്രോബെറി, കിവി. ഇതൊക്കെ നമ്മൾ എല്ലായിടത്തും നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങളല്ല. പൈനാപ്പിൾ മിൽക്ക് ഷേക്ക് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഫ്രൂട്ട് മിൽക്കിൻ്റെ കുറേ വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഡ്രൈ ഫ്രൂട്ട് ഷേക്സ് ഉണ്ട്. അതിൽ തന്നെ രണ്ടിൻ്റെ റേറ്റ് അവർ ഇട്ടിട്ടുണ്ട്. ഗ്ലാസിൻ്റെ റേറ്റും ബോട്ടിലിൻ്റെ റേറ്റും സെപ്പറേറ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതുപോലെ ഇവരുടെ മറ്റൊരു വെറൈറ്റിയാണ് ഫ്രൂട്ട് ഷോട്ട്സ്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അവർ പേര് കൊടുത്തിട്ടുണ്ട്, ABC ഷോട്ട്സ്, CAP ഷോട്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. CAP എന്നൊക്കെ പറയുമ്പോൾ ക്യാരറ്റ്, ആപ്പിൾ, പൊമഗ്രാനേറ്റ് അങ്ങനെയുള്ള മിക്സ് ആയിട്ട് വരും. ഇതിൽ തന്നെ അവർ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഐസോ വെള്ളമോ ഷുഗറോ ഒന്നും ആഡ് ചെയ്യാതെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സ്ട്രാ ഐസോ ഷുഗറോ വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാവുന്നതേ ഉള്ളൂ. കൂടാതെ പാഷൻ ഫ്രൂട്ടിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഐറ്റംസ് ഉണ്ട്. ഡെസേർട്ട്സ്, ഫ്രൂട്ട് മീൽസ്, ചില്ലേഴ്സ്. ഇനി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്കുള്ളതാണെങ്കിൽ ഗൂസ്ബെറിയുടെ ഡ്രിങ്ക്സ് ഉണ്ട്. അല്ലെങ്കിൽ കുക്കുംബർ, മിൻറ്റ്, ജിഞ്ചറിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഡ്രിങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴേലും ഫ്രീ ടൈമൊക്കെ കിട്ടി ഫ്രണ്ട്സോ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് റിലാക്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തുള്ള കുറവൻകോണത്തുള്ള ഈ ഫ്രൂട്ട് ബേയുടെ ഷോപ്പിൽ നിങ്ങൾ ഫ്രണ്ട്സോ ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് കുറച്ച് നേരം നിങ്ങൾക്കൊന്ന് ഹാങ് ഔട്ടൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു ആംബിയൻസ് ഉള്ളൊരു പ്ലേസാണ്. നമ്മൾ സ്ഥിരം കുടിക്കുന്ന ജ്യൂസസ്, ഷേക്സ്, ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫ്രൂട്ട് ബേയിലോട്ട് വരണം. ഒരുപാട് വെറൈറ്റീസ്, ഒരുപാട് ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് ഉള്ള ഷേക്സ്, ഫ്രൂട്ട്സ്, ഡ്രിങ്ക്സ് ഒക്കെ നമുക്കിവിടെ അവൈലബിൾ ആണ്. ഞങ്ങളന്ന് ഓർഡർ ചെയ്തത് കുറച്ച് വെറൈറ്റീസ് ഓഫ് ഷോട്ട്സും അതുപോലെ അവോക്കാഡോ, ടെൻഡർ കോക്കനട്ടിൻ്റെ ഒരു ബ്ലെൻഡും കൂടെയാണ്. അവരുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നാണ് പറഞ്ഞത്. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് ചോദിച്ചപ്പോൾ അവർ നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതാണ് ഈ അവോക്കാഡോ ടെൻഡർ കോക്കനട്ടിൻ്റെ ബ്ലെൻഡ്. നല്ലൊരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ അവോക്കാഡോ ടെൻഡർ കോക്കനട്ടിൻ്റെ ബ്ലെൻഡ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഗ്ലാസ് ഫുള്ള് കുടിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് ഫുള്ളാവും. നല്ല ടേസ്റ്റ് ആയിരുന്നു. ആ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ ടേസ്റ്റും അവോക്കാഡോയുടെ ടേസ്റ്റും ഒക്കെ കൂടെ ഇങ്ങനെ ബ്ലെൻഡായിട്ട് വരുമ്പോൾ നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റ് ആയിരിക്കും കിട്ടുന്നത്. പിന്നെ നമുക്ക് ധൈര്യമായിട്ട് കുടിക്കാം. കാര്യം ഒട്ടും തന്നെ വാട്ടർ കണ്ടന്റ് അവർ ആഡ് ചെയ്തിട്ടില്ല. കൊച്ചു കുട്ടികൾക്ക് പോലും നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ളതാണ്. പക്ഷെ നമുക്ക് അവർ ഷുഗറോ ഐസോ ഒന്നും ആഡ് ചെയ്തില്ലെങ്കിൽ പോലും ആ നാച്ചുറൽ ആയിട്ടുള്ള ഒരു തണുപ്പുണ്ടാവുമല്ലോ നമുക്ക്. ആ ടെൻഡർ കോക്കനട്ടിൻ്റെയും അതിൻ്റെയൊക്കെ ആ ഒരു നാച്ചുറൽ ആയിട്ടുള്ള തണുപ്പും പിന്നെ ആ സ്വീറ്റ്നെസ്സും ഒക്കെ നമുക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ കുട്ടികൾക്ക് കുടിക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും കാണത്തില്ല. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ ഒരു 3 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഞങ്ങളങ്ങനെ പല വെറൈറ്റീസാണ് നമുക്ക് അവർ പ്രൊവൈഡ് ചെയ്തത്. കൂടുതലും ഷോർട്സിൻ്റെ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അതുപോലെ ഈ അവോക്കാഡോ ടെൻഡർ കോക്കനട്ടിൻ്റെ ബ്ലെൻഡ്സ് ആയിരുന്നു ഞങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തത്.
തിരുവനന്തപുരത്തുള്ള കുറവൻകോണം എന്ന സ്ഥലത്ത് സുപ്രീം ബേക്കേഴ്സിന് തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ ഈ ഫ്രൂട്ട് ബേയുടെ ഔട്ട്ലെറ്റ് ഉള്ളത്. ട്രിവാൻഡ്രത്തെ അവരുടെ ഫസ്റ്റ് ഔട്ട്ലെറ്റ് ആണിത്. അവർക്ക് കേരളത്തിനകത്ത് തന്നെ എറണാകുളം, കോഴിക്കോട്, തൃശ്ശൂർ ഒക്കെ ആയിട്ട് ഒരുപാട് വേറെ ഔട്ട്ലെറ്റ്സ് ഉണ്ട്. ഒരുപാട് സെലിബ്രിറ്റീസൊക്കെ ഇവരുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് സെലിബ്രിറ്റീസ് ഇവരെക്കുറിച്ചുള്ള റിവ്യൂസും അതുപോലെ ഇവരുടെ സർവീസിനെ കുറിച്ചുള്ള റിവ്യൂസും ഐറ്റംസിൻ്റെ ക്വാളിറ്റീനെ കുറിച്ചൊക്കെ ഒരുപാട് നല്ല റിവ്യൂസ് അവരിട്ടിട്ടുണ്ട്. ഞങ്ങളുടെ 3 ഫ്രണ്ട്സായിട്ടാണ് ഫ്രൂട്ട് ബേയിൽ പോയത്. ഞങ്ങൾക്ക് ഒരുപാട് ഡ്രിങ്ക്സും ഷോട്ട്സും ഒക്കെ അവർ പ്രൊവൈഡ് ചെയ്തു. അവോക്കാഡോയുടെ ഡ്രിങ്ക് കുടിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ വയറ് ഫുള്ളായി. പിന്നെ ഞങ്ങൾ എല്ലാ ഷോർട്സിൽ നിന്നൊക്കെ ഓരോ വെറൈറ്റീസൊക്കെ വെച്ച് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു. നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് ഞങ്ങളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ് ഫിജോയി. പുള്ളിക്കാരനാണ് ഞങ്ങൾക്ക് ഈ വ്ളോഗിൻ്റെ ക്യാമറയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്ത് തന്നത്. അതുപോലെ മിസ്റ്റർ കാനോഗ്രാഫേഴ്സ് എന്ന് പറയുന്ന ഒരു ഫോട്ടോഗ്രാഫി ഉണ്ട് പുള്ളിക്ക്. വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി, ഫോട്ടോഷൂട്ട്സ്, ഞങ്ങളുടെയൊക്കെ മിക്ക ഫോട്ടോഷൂട്ട്സും ചെയ്യുന്നത് ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ഫിജോയാണ്. അപ്പോൾ ഫിജോയുടെ മിസ്റ്റർ കാനോഗ്രാഫേഴ്സ് എന്നുള്ള ഫോട്ടോഗ്രാഫി ടീമിൻ്റെ ലിങ്ക് ഞങ്ങളിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾ ഫ്രീ ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കി ഫോട്ടോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഫ്രൂട്ട് ബേയിലേത്. നല്ല സർവീസ് ആയിരുന്നു അവരുടെ നല്ല കസ്റ്റമർ സർവീസാണ്. നമുക്ക് ഫ്രണ്ട്സും ഫാമിലിയായിട്ടൊക്കെ ഇടയ്ക്കൊന്ന് ഹാങ് ഔട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇങ്ങനെ ജ്യൂസ് വെറൈറ്റീസൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനി ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരുപാട് ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്ക്സ് അവൈലബിൾ ആണ്. ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് കുടിക്കുന്ന ഓറഞ്ച് ജ്യൂസ്, പൈനാപ്പിള്, മാംഗോ, ഇതിനൊക്കെ ഒന്ന് മാറ്റി നമുക്ക് ട്രൈ ചെയ്യണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ ഫ്രൂട്ട് ബേ ഔട്ട്ലെറ്റിലോട്ടൊന്ന് പോവുക. നമുക്ക് വെറൈറ്റീസ് ആയിട്ടുള്ള ഇങ്ങനെ കോമ്പിനേഷൻസ് നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഡെസേർട്സിലാണെങ്കിലും ബ്ലെൻഡ്സിലാണെങ്കിലും ഒക്കെ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അവോക്കാഡോ, ടെൻഡർ കോക്കനട്ട്, അതുപോലെ തന്നെ അവരുടെ തന്നെ ഒരുപാട് ഇങ്ങനെ ഡിഫറെൻറ്റ് വെറൈറ്റീസിൻ്റെ മിക്സ്, ബ്ലെൻഡ്സ് ഒക്കെ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. കൊച്ചുകുട്ടികൾക്കൊക്കെ എന്തുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാനും പറ്റും. അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐറ്റംസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. എപ്പോഴേലും നമ്മൾ പുറത്ത് ഔട്ടിങ്ങിനൊക്കെ പോകുമ്പോൾ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും, വെറൈറ്റീസൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രിവാൻഡ്രത്തുള്ള ഫ്രൂട്ട് ബേയുടെ ഔട്ട്ലെറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഇത് 3 മറക്കാതെ ചെയ്യുക. കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.